Yes, good morning. Good morning, sir. Okay, Good morning, sir. Okay, Vignesh. Good morning. Good morning, sir. Okay, good morning, Sri Lakshmi. Okay, Nimmi. Okay, good morning, Adira. Good morning. Good morning to all. Okay, Varsha, Ajay. Okay, Vinny, Alex. Okay, good morning to all. Okay, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോബ്. ഓക്കെ, ജോബ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് നോക്കുന്നത് കമ്മ്യൂണിക്കേറ്റ്. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഓണാക്കിയാൽ മതി. യെസ്. അപ്പോ അത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നു. അപ്പൊ ആ ഒരു പ്രോബ്ലത്തിന് കുറച്ച് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഈ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സംസാരിക്കുക, ഞാൻ സംസാരിക്കുക, അങ്ങനെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ക്ലാസ്സിൻ്റെതായിട്ടുള്ള എല്ലാ ടെൻഷനും എല്ലാ സംഗതികളും ഇട്ടേക്ക്. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്ലാസ്. കുറച്ച് പേര് വളരെ വൈകി ക്ലാസ്സിൽ വന്ന് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പിന് ശേഷം പഠിക്കാനായിട്ട് വന്നേക്കുന്നവരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഈ പ്രാവശ്യത്തെ ഈ ലാപ്പ് പൂർവാധിക ശക്തിയോടുകൂടി നമുക്ക് ഓടി എത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇഫ് യു ആർ റെഡി, ഐ ആം ഓൾസോ റെഡി. നിങ്ങൾ സഹകരിക്കാനും ആക്ടിവിറ്റീസ് ഒക്കെ ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാനും നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസിന്റെ വിജയം വേണ്ട റെഡി ആൻഡ് കോപ്പറേറ്റ് വിത്ത് മീ. ഐ ആൾസോ കോപ്പറേറ്റ് വിത്ത് യു. നിങ്ങളുമായിട്ട് ഞാനും നിങ്ങളും എന്നോടും സഹകരിച്ചെങ്കിൽ മാത്രമേ. ഓക്കെ ഹസ്ന, അത് പിന്നീട് എടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഞാൻ പേരും കാര്യങ്ങളും ചോദിക്കുന്നില്ല. നമുക്ക് പോകെ നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കേണ്ട, ഫ്രീ ആയിട്ടിരുന്നാൽ മതി. വളരെ ക്ലാസ് മുറിയിൽ ഇതിന്റെ യാതൊരു ടെൻഷനോ ബുദ്ധിമുട്ടോ യാതൊരു നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട. വളരെ ഫ്രീ ആയിട്ട് വെച്ചാൽ മതി. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊരു ക്ലീശയായിട്ട് തോന്നാം. പക്ഷെ അറിയാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാർ കൂടി ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ ഒപ്പം ഒന്ന് പിടിച്ച് നിങ്ങളുടെ ഒപ്പം ഒന്ന് പിടിച്ചെത്തിക്കേണ്ട അത്യാവശ്യമാണ്. എല്ലാവരും കൂടി ഓടുമ്പോഴാണല്ലോ അതിനൊരു ഗ്രൂപ്പ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കഴിവില്ലാത്തവരെ നമ്മൾ തലയിൽ കളയാൻ പാടില്ല. അവരെയും കൂടി നമ്മളിങ്ങനെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം ഞാൻ വരും, എൻ്റെ ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ മറ്റു ടീച്ചർമാരുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നേരത്തെ വിഘ്നേഷ് ബിജുമോൻ. വിഘ്നേഷ്. Sir. How are you, Vignesh? Fine. Very good. Okay. Where are you from, Vignesh? Thottapulli. Thottapulli. Alappuzha. Okay. Alappuzha, Thottapulli. Okay. Very good. Vignesh.
സാർ. ഓക്കെ. നിങ്ങൾക്ക് അവിടെ നിന്നോ കുറച്ചു നേരം 1-2 മിനിറ്റ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. വിഘ്നേഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരോട് ചോദിച്ചു കേൾക്കാൻ വരും. അപ്പൊ വിഘ്നേഷ് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. വിഘ്നേഷ് വാട്ട്? വിഘ്നേഷ്. ഹലോ സാർ. ഓക്കെ 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 ഓക്കെ. ഹു ഈസ് യുവർ ബെസ്റ്റ് ടീച്ചർ? അല്ലെങ്കിൽ ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? സാറേ, ഐ ഹാവ് ജോയിൻഡ് ന്യൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. തെറ്റിക്കോട്ടെ. ഇനി ഇതിനകത്ത് നമ്മൾ കാര്യം പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റിക്കോട്ടെ. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. തെറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ പറയും. ഇങ്ങനെ പറയാതിരുന്ന് നമ്മൾ പിന്നോട്ടായി പോയതിന്റെ ദുരിതം നമ്മൾ അനുഭവിച്ചവരാണ്. ശരിയല്ലേ? പലപ്പോഴും ജീവിതത്തില് നല്ല നല്ല അവസരങ്ങളൊക്കെ നമ്മൾ മുന്നിലൂടെ പോയപ്പോ അവിടെയൊക്കെ നമ്മളൊന്ന് പിൻവലിഞ്ഞപ്പോ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നീട് അനുഭവിച്ചവരാണ്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിന് പിന്നോട്ട് പോകണ്ട. അപ്പൊ വിഘ്നേഷ് ഞാൻ പറഞ്ഞു വരുന്നത്, വിഘ്നേഷ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ്, ആ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സമയത്തുള്ള യുവർ ഫേവറേറ്റ് ടീച്ചർ ആയിരുന്നു? They were different teachers. അല്ല, വേറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറയാൻ കണ്ടിന്യൂറ്റി ഇല്ലല്ലോ. വേറെ ക്ലാസ്സിൽ പോയി അങ്ങനെ ഒരു സെയിം ടീച്ചേഴ്സ് കാണത്തില്ല, ഡിഫറെന്റ് ടീച്ചേഴ്സ് ആണ് എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഐ അഡ്മിറ്റ് ഇറ്റ്. എന്നാലും വിഘ്നേഷിന്റെ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടാവില്ല? എവിടെയെങ്കിലും വഴിയിൽ വെച്ച് ഒരു ടീച്ചറെ കണ്ടാൽ ഓ ആ ടീച്ചർ വരുന്നുണ്ട് മാറിയേക്കാം എന്ന് ചിന്തിക്കാതെ ഓ ടീച്ചർ വരുന്നുണ്ടല്ലോ ചെന്നിട്ട് എന്ത് പറയാ ടീച്ചറെ എന്ന് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ ഉണ്ടാവില്ലേ? റുമിയ ടീച്ചർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ വിഘ്നേഷിന്റെ ഫേവറേറ്റ് ടീച്ചർ റുമിയ ടീച്ചറാണ്. എന്നൊരു ചോദ്യം ചോദിക്കട്ടെ വിഘ്നേഷ്, വൈ ഡിഡ് യു ലൈക്ക് ഹർ മോസ്റ്റ്? എന്തുകൊണ്ടാണ് ടീച്ചറിന് ഇഷ്ടപ്പെടാൻ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഫിസിക്സ് എന്ന സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫിസിക്സ് ഐ ലൈക്ക് ദി സബ്ജക്ട് ഫിസിക്സ് വെരി മച്ച്. എനിക്ക് ഫിസിക്സ് വളരെ ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ ടീച്ചർ പഠിപ്പിച്ചിരുന്ന സബ്ജക്ട് എന്തായിരുന്നു? ഫിസിക്സ്. ഷീ ടോട്ട് മീ ഫിസിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്ത് കാരണമാണ്? വളരെ ലവിങ് ആയിരുന്നു ടീച്ചർ. ഷീ ഈസ് വെരി ലവിങ് ആൻഡ് കെയറിങ്. ലവിങ് ആൻഡ് കെയറിങ്. കണ്ടോ, അറിയാണ്ടത് പറഞ്ഞു വന്നില്ലേ? ഷീ ഈസ് വെരി ലവിങ് ആൻഡ് ഷീ ഈസ് വെരി കെയറിങ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, മതി. അപ്പൊ എന്തുകൊണ്ടാണ് വിഘ്നേഷ് ആ ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മനസ്സിലിങ്ങനെ ആലോചിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത്? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? നമ്മൾ ഇന്ന് നോക്കുന്നത് അതാണ്. അപ്പൊ നിങ്ങൾ പറയുന്നു മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് രശ്മി ടീച്ചർ. ഷീ ഈസ് മൈ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ UP സ്കൂൾ ടീച്ചർ എന്ന് പറയാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം LP സ്കൂൾ ടീച്ചർ എന്ന് പറയാം. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആരാണ് നമ്മളുടെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുന്നത്? ഇനി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ ടീച്ചർ ഇഷ്ടപ്പെടുന്നത്? വൈ ഡിഡ് വി ലൈക്ക് ദ ടീച്ചർ വെരി മച്ച്? നമ്മൾ ആ ടീച്ചർ ഇഷ്ടപ്പെടാനായിട്ടൊരു കാരണം ഉണ്ടാവും. അപ്പൊ ആ ഒരു കാരണം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. തെറ്റിക്കോട്ടെ, തെറ്റേ പറയാവൂ, ശരി പറയരുത്. നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്? ശരി പറയാനല്ല, തെറ്റ് പറയാൻ. തെറ്റിക്കോട്ടെ, തെറ്റുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട. തെറ്റിക്കോട്ടെ, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ കറക്റ്റ് ഇറ്റ്. ഞാൻ കറക്റ്റ് ചെയ്ത് പോകണം. ഇവിടെ ആർക്ക് തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ആരെയും കളിയാക്കാനോ ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾ പറയും. യേശുദാസിനെ പോലെ പാടും, എസ് ജാനകിയെ പോലെ പാടും, ഞാൻ എന്നെ പോലെ പാടും. അതാണ് ഡിഫറൻസ്. നമ്മൾ ആരെയും അനുകരിക്കുന്നില്ല, ആരെയും മന്ദമായിട്ട് പിന്തുടരുന്നുമില്ല. യു ഹാവ് യുവർ ഓൺ ലിബർട്ടി, യുവർ ഓൺ ഫ്രീഡം. നമുക്ക് നമ്മുടെ രീതിയിൽ അങ്ങനെ പറയാം. ഓക്കെ, ഇനി ഈ ഇരിക്കുന്ന 66 പേരിൽ ആർക്കെങ്കിലും സാറേ ഞാൻ പറയാം എന്റെ സ്കൂളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ, ഞാൻ ഇതുവരെ പഠിച്ചതിൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ടീച്ചർ ഇന്നതാണ് എന്ന് ആർക്ക് ധൈര്യത്തോടു കൂടി പറയാം? സർ റമീഷ.
രമീഷയ്ക്ക് ഞാൻ ആദ്യമേ തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്നു. ആർക്ക് ധൈര്യത്തോടു കൂടി പറയാമെന്ന് പറഞ്ഞപ്പോ ഓക്കെ രമീഷ ഞാൻ വരാം വന്നപ്പോ രമീഷ ധൈര്യത്തോടു കൂടി വന്നു. ഞാൻ പറയാം എന്റെ ഫേവറേറ്റ് ടീച്ചർ. I am Remisha. I am in Malappuram district in Tirur Taluk in Purattur Panchayat. വെരി ഗുഡ്. I am a not graduate. Yes. I know uncompleted BCom in second year. Yes. My GUP school, the most important, my role model sir is Mustafa sir. GUPS Purattur. Yes. GUPS Purattur is the Kerala's #1 first school in Kerala. Yes. That sir included in this school. Yes. Sir is the first motivator in my life. Yes. Sir is catcher my handwriting, Yes. so that I have that time the sir is in social class teacher, so that Yes. I love to social in 10th standard, so that Yes. I have so many divisions in our class, our school. Yes. But I am a toppest scorer in my GUPS school and 10th standard. Very good. Okay. So that my daughter and son is studying that school. Yes. Then I am going and my daughters, that time I saw the Mustafa sir and I lot of time spent that sir. Okay. Thank you sir. Okay, very good. Okay, രമീഷ കണ്ട ഇവിടെ നമുക്ക് രമീഷ പറഞ്ഞതും അപ്പുറം രമീഷയുടെ മനസ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷെ രമീഷിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു. രമീഷ തുറന്ന് പറഞ്ഞില്ലേ, ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോ ഡിഗ്രി വിട്ടുപോകുന്നതാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. മുസ്തഫ ടീച്ചർ എത്രമാത്രം രമീഷയുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞു. ഇത് എവിടെ ഇരുന്നെങ്കിലും കേൾക്കുന്ന ഈ ക്ലാസ്സിലെ ഏതെങ്കിലും വേറെ പരിചയക്കാര് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികൾ വഴിയോ ഈ ക്ലാസ് കേട്ട ആരെങ്കിലും ഈ മുസ്തഫ സാറോട് ഇത് പറയണം, അതെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റെക്കോർഡിംഗ് ക്ലാസ്സിന്റെ വീഡിയോ ആണ്, ഇതിന്റെ അകത്ത് പറയുന്ന മുസ്തഫ സാറിനെ കുറിച്ച് ഒരു കുട്ടി പറഞ്ഞ വാചകമുണ്ട്. നിങ്ങൾക്ക് ആ സാറിന് കൊടുക്കാവുന്ന വലിയൊരു ട്രിബ്യൂട്ടാണ്. യെസ് അല്ലെ? അപ്പൊ സാറിന് ഇതുപോലെ സന്തോഷം ഉണ്ടാവും. അതുപോലെ രമീഷ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും, എനിക്കുമുണ്ട് ഫേവറേറ്റ് ആയ ടീച്ചർ, എന്നെ പഠിപ്പിച്ച ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ വിഷയം പഠിച്ചത്. ഇവിടെ സോഷ്യലിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചാണ് രമീഷ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ലവ് ടു ദാറ്റ് മുസ്തഫ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് രമീഷ ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്തത് വാങ്ങിച്ചത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ആളുകളോടാണ് ഉണ്ടാവില്ലേ? പറയൂ. അടുത്തൊരാള് ഞാൻ പറയാം, എന്റെ പ്രിയപ്പെട്ട ടീച്ചറിനെ കുറിച്ച്. നിങ്ങൾ അതിനെ വിഷമിച്ച് നിൽക്കണ്ട, തെറ്റിക്കോട്ടെ, പറയുന്നതിന് തെറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. യെസ്, അടുത്ത ആര് പറയുന്നു? Hello sir. ഓക്കെ. തസ്നിയ, വെരി ഗുഡ്. എന്താ തസ്നിയ പറഞ്ഞു, റെഡി ആയിട്ട് വന്നു. രമീഷ് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കരുത്. ഓക്കെ തസ്നിയ, ഒരു മിനിറ്റ് ഞാൻ വരാം. ഇതുപോലെ നമ്മൾ മാറി നിന്നതിൻ്റെയൊക്കെ ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടല്ലേ? ആ അനുഭവം നമുക്കുള്ളതല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറി നിൽക്കുന്നില്ല, ഇനി നമ്മൾ മുന്നോട്ട് വരുന്നു. അപ്പൊ ആ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാലോ എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ പറയാനായിട്ട് ചെറിയൊരു മടി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജോലിക്ക് വേണ്ടി തസ്നിയ
ഇവിടെ ആലോചിച്ചോട്ടെ, ടൈം തരാം. ഓക്കെ, ഞാൻ വരാം. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കോഴ്സ് പഠിച്ചു, വിജയകരമായിട്ട് നിങ്ങളത് പൂർത്തിയാക്കി. നിങ്ങളത് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും ഒരു അപേക്ഷ, ഒരു ഒഴിവ് കണ്ടു, നിങ്ങളൊരു അപേക്ഷ അയച്ചു. ആ അപേക്ഷ അയച്ചതനുസരിച്ച് നിങ്ങളെ അവിടെ അവര് വിളിക്കുന്നു, വരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ വന്നിരിക്കുന്നത് പ്രിയ ഭാനു ആണെന്ന് വിചാരിച്ചു. പ്രിയ ഭാനു വന്നിരിക്കുകയാണ്. അപ്പൊ അവര് പ്രിയ ഭാനു വരുന്നു, ഇന്റർവ്യൂവിന്റെ വരുന്നു, വാതിൽ മുട്ടുന്നു, പ്ലീസ് കമിൻ. നിങ്ങളൊക്കെ മനസ്സിൽ കാണുക, പ്ലീസ് കമിൻ എന്ന് പറയുന്നു. പ്രിയ ഭാനു വരുന്നു, പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുന്നു. പ്രിയ ഭാനു തൊട്ടു മുന്നിരിക്കുന്ന കസേരയിൽ കസേരയിരിക്കുന്നു. കയ്യിരിക്കുന്ന ഫയല് തുറന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് ഇന്റർവ്യൂ പോയിട്ടിരിക്കുന്ന അവർക്ക് കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? അതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, യുവർ നെയിം ഈസ് പ്രിയ ഭാനു? പ്രിയ ഭാനു എന്ന് പറയും, യെസ് സർ, മൈ നെയിം ഈസ് പ്രിയ ഭാനു. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, പ്ലീസ് മേക്ക് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇംഗ്ലീഷിൽ പറയേണ്ടി വരും. അപ്പോ നമ്മളെ കുറിച്ച് അവർക്കുണ്ടാകുന്ന മതിപ്പുകേടും അവിടെ നിന്ന് ആരംഭിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പക്കയായിട്ട് പറയുന്നു, മൈ നെയിം ഈസ് പ്രിയ ബാബു, ഐ ആം കമ്മിങ് ഫ്രം പത്തനംതിട്ട ഡിസ്ട്രിക്ട്. I passed my graduation. I completed my hospital administration course, Smart C Academy. Presently, I am doing as an accountant. I have the ability to manage a hospital. I am an expert in computer application. അങ്ങനെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാണ്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റണം. അത് സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ പറയാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പറയാം. ഇവിടെ നിങ്ങൾ പറയാനായിട്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? പരാജയപ്പെട്ടു പോകും. അവിടെ നിങ്ങൾ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തെറ്റിക്കോട്ടെ. ഇവിടെ നമ്മളിങ്ങനെ പല പ്രാവശ്യം പല കാര്യങ്ങൾ പറയുകയും പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയും ചെയ്തു കഴിയുമ്പോൾ അത് നിങ്ങൾക്കൊരു പ്രാക്ടീസാണ്. ദാറ്റ് വിൽ ഗിവ് യു എ ഗ്രേറ്റ് കോൺഫിഡൻസ്. അത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? വലിയൊരു ആത്മവിശ്വാസം കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ, ഇത് ഞാൻ അന്ന് അവിടെ പറഞ്ഞത്, നമ്മളതൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമല്ലോ. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മളതൊക്കെ ഓരോ ദിവസങ്ങളിൽ നമ്മളത് ഓരോ സബ്ജക്ട് നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാനിപ്പോ ഫേവറേറ്റ് ടീച്ചർ എന്ന് ചോദിച്ചത് വെറുതെ ചോദിച്ചതാണ്. നമ്മൾ ഓരോ വിഷയങ്ങൾ നമ്മൾ പറയും. ആ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനിപ്പോ ശ്രുതി അല്ലെങ്കിൽ ആതിര പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങൾ പറയുന്നത് തെറ്റിക്കോട്ടെ, മിസ്റ്റേക്ക് ആയിക്കോട്ടെ, അതിന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതേക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, അതങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞേക്കാം. നിങ്ങൾ നിങ്ങളോട് പറയുക, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവും. തെറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ വന്നിട്ടുള്ളത്. അത് ഞാൻ കറക്റ്റ് ചെയ്യും. ഒരുപക്ഷെ ഞാനിപ്പോ സിസ്റ്റർ പ്രദീപജിനി അവരോട് ചോദിച്ചു. അപ്പൊ അവര് വേഗം തന്നെ എന്ത് ചെയ്യുന്നു? സ്വയം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്, ഞാൻ ആരാണെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ ആ പറഞ്ഞത് കേട്ട് കഴിയുമ്പോൾ ആതിരക്ക് തോന്നില്ല, കൊള്ളാലോ അത്. അതിൻ്റെ അകത്തുനിന്നൊരു 2 പോയിന്റ് ചിലപ്പോൾ ആതിര എടുക്കും. ആതിര പറഞ്ഞതിൽ നിന്നുള്ള 2 പോയിന്റ് ചിലപ്പോൾ ശ്രുതി എടുക്കും. അപ്പൊ നമുക്ക് എന്തായി? നമുക്ക് വേറെ എവിടെയെങ്കിലും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയ സംഗതി കിട്ടി. അപ്പൊ ഒരാൾ പറയുമ്പോൾ എന്നെ കഴിഞ്ഞു എന്നുള്ള രീതിയിലല്ല, മറ്റേയാൾ പറയുന്നതിൽ എന്തെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റി പോയല്ലോ. കാരണം നിങ്ങൾ വേറെ സ്ഥലത്താണ് ഇന്റർവ്യൂവിന് പോകുന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ടൈപ്പ് ഒരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. അത് ആ വടി നമ്മുടെ മുന്നിലേക്ക് അവർ എറിഞ്ഞു തരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞാൽ, പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്ക് നമ്മളെ കുറിച്ച് ഒരു മതിപ്പ് തോന്നും. ഫസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഇംപ്രഷൻ. കൊള്ളാം, ഈ കുട്ടിയെ മതി, കൊള്ളാം, നന്നായിട്ടുണ്ട്, യെസ്. ആദ്യത്തേത് നമ്മൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള ആ ഇംപ്രഷൻ അവർക്കാണ്. പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ടോപ്പ് സ്കോറിലോട്ട് അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തിലോട്ടോ രണ്ടാമത്തിലോട്ടോ വരാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് വരണ്ടേ? ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഗതി ഇല്ലാതെ ഒരു ജോലിയും നമുക്ക് കിട്ടില്ല. അപ്പൊ അതൊരു മസ്റ്റാണ്.
പക്ഷെ നമ്മൾ ഇപ്പൊ നേരത്തെ അറിയപ്പോ രമേശ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഗ്രാമറിലൊക്കെ കുറച്ച് പോയി. എന്നാലും രമേശ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് പിടികിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ നിമിഷം മുതൽ നമ്മൾ തീരുമാനിച്ചത് ഒരവസരവും ഇംഗ്ലീഷ് പറയാനുള്ള ഒരു അവസരവും ഞാൻ പാഴാക്കില്ല. തെറ്റിക്കോട്ടെ, ഞാൻ പറയും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? യെസ്. അപ്പൊ ശ്രുതി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ജിനി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, രാജി പറഞ്ഞിട്ടുണ്ട്. യെസ്. 67 പേര് 4 പേരെ വന്നിട്ടുള്ള വിഘ്നേഷ് പറഞ്ഞിട്ടുണ്ട്, ദിവ്യ പറഞ്ഞിട്ടുണ്ട്, കീർത്തി പറഞ്ഞിട്ടുണ്ട്, നിമ്മി പറഞ്ഞിട്ടുണ്ട്, രമേശ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. റിൻസി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വർഷ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആതിര പറഞ്ഞിട്ടുണ്ട്, പ്രിയങ്ക പറഞ്ഞിട്ടുണ്ട്, അഞ്ജലി പറഞ്ഞിട്ടുണ്ട്, സോണിയ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് പറയുകയാണ് നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഗതി പറയാതെ നമുക്കൊരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷെ നിങ്ങളോട് ഒരു എസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 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 ഉചിത ഓക്കെ, ഒരു എസ് എഴുതാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മനോഹരമായിട്ട് എഴുതും. പക്ഷേ അതൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ ഒരു പക്ഷെ നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ട് പറയില്ല. അപ്പൊ അതുകൊണ്ട് പറയുക എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു മസ്റ്റായ കാര്യമാണ്. പറയണം, പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു. അതാണ് ഞാൻ വന്നപ്പോൾ തന്നെ മൈക്ക് ഓണാക്കി വെച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷെ പറയണം. ക്ലാസ്സിൽ സാറേ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, പുതിയ സിനിമയാണ്, ഞാൻ അതിന്റെ കഥയൊന്നും വിളിച്ച് പറയട്ടെ. നിങ്ങൾ പറഞ്ഞു നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഇന്ന് ഞാനും ഭർത്താവും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി, ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് രസകരമായിട്ട് നിങ്ങൾക്കത് പറയാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് ഇപ്പൊ സമയം 11:57 വരെ നടന്ന സംഭവങ്ങൾ ഞാനൊന്ന് പറയട്ടെ, അത് നിങ്ങൾക്ക് പറയാം. I got up at 6 o'clock in the morning. After that, I brushed my teeth. Then I came to the kitchen. Then I saw my mother is making tea. I drank a cup of tea. After that, I came to veranda. I read the newspaper. Then I took my mobile and checked the emails. Hello. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. രാത്രിയെല്ലാം കഴിയുമ്പോൾ ഉറങ്ങാനായിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കാം. അതാണ് സംഭവങ്ങളൊന്ന് ഇംഗ്ലീഷില് സ്വന്തം മനസ്സിനോടെങ്കിലും ഒക്കെ പറഞ്ഞു നോക്കാം. അപ്പൊ അത് കറക്റ്റ്. എത്രയോ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ അതെല്ലാം വിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പേരിലാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു പക്ഷേ അത് കുറച്ച് വൈകി വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവുക. അപ്പോ അവരോടുകൂടി പറയുകയാണ്, നമുക്കിനി അവസാനത്തെ വണ്ടി വരാറായി, ആ വണ്ടിയിലെങ്കിലും നമുക്കൊന്ന് കയറി പറ്റണം. അപ്പൊ അതുകൊണ്ട് നമ്മളിനി ഒരവസരവും ഇംഗ്ലീഷ് പറയാനായിട്ട് ഒരവസരവും നമ്മൾ പാഴാക്കുന്നില്ല എന്നുള്ള കുറച്ച് തീരുമാനം നിങ്ങൾ എടുക്കുക. ഒരു കാര്യം കൂടി, പലപ്പോഴും ഇപ്പോ നേരത്തെ റിനീഷ പറഞ്ഞപ്പോഴും റിനീഷയ്ക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷെ ചിലപ്പോ റിനീഷയ്ക്ക് കറക്റ്റ് വാക്ക് കിട്ടാത്തതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അത് കേട്ടുകൊണ്ടിരുന്നപ്പോ നമുക്ക് മനസ്സിലായി കറക്റ്റ് എന്താണ് ഇതിനെ പറ്റിയൊരു വേർഡ് എന്താണ് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നമ്മൾ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നത്? വേറൊന്നുമില്ല, എല്ലാ ദിവസവും ഒരു പുതിയ വാക്ക് വെച്ച് നമ്മൾ പഠിക്കുന്നു. ഒരെണ്ണം, ഒരു പുതിയ വാക്ക്. അത് നിങ്ങൾ കിടക്കുന്ന ഉറങ്ങുന്ന മുറിയുടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആ ഒരു ഡിക്ഷണറിയോ ഒരു പുതിയ വാക്ക്, പരിചയമുള്ള വാക്ക് നമ്മൾ പഠിക്കണ്ട, പുതിയൊരു വാക്ക് നമ്മൾ പഠിക്കുന്നു. അതിന്റെ അർത്ഥം നോക്കും. ഒരെണ്ണം പഠിച്ചാൽ മതി. അത് പറ്റൂലേ? അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 365 പുതിയ വാക്കുകളും നമ്മുടെ മനസ്സിലേക്ക്. അപ്പൊ നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നു, ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ എല്ലാ ദിവസവും ഒരു പുതിയ വാക്ക് വെച്ച് നമ്മൾ പഠിക്കും. എന്ത് പറയുന്നു? ഉറപ്പല്ലേ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഉറപ്പിച്ചോ നിങ്ങൾ ഒരു പുതിയ വാക്ക്. ഈ ഒരു ക്വാളിറ്റി നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ കൊടുക്കുക. എന്റെ പോലെ നീ ഒരു പുതിയ വാക്ക് വെച്ച് ഒരു ദിവസം പഠിച്ചിട്ട് എന്നെ കേൾപ്പിക്കണം. അപ്പൊ 2 കാര്യമുള്ളൂ, നിങ്ങളും പഠിക്കണം. ഒറ്റ പുതിയ വാക്ക്, ഒരെണ്ണം പഠിച്ചാൽ മതി. വേറെ ഒന്നും പഠിക്കും, ഒരെണ്ണം പുതിയത്. നമുക്കറിയാവുന്ന വാക്ക് പഠിക്കരുത്, അല്ലാതെ നമുക്കറിയാം അപ്പൊ പഠിക്കണ്ട. അറിയാൻ പാടില്ലാത്ത ഒരു പുതിയ വാക്ക് പഠിക്കുമ്പോൾ 365 ദിവസം കൊണ്ട് 365 പുതിയ വാക്ക്. 2 വർഷമാകുമ്പോഴോ 10-70 വാക്ക് നമ്മൾ പഠിച്ചില്ലേ? 3 വർഷമാകുമ്പോഴോ യെസ്, അത് അങ്ങനെ കയറി ഒരു വഴിക്ക് അങ്ങനെ വന്നോട്ടെ. അതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ. നിങ്ങൾ വേറെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ പഠിച്ച വാക്ക് എന്താണ്?
മില്ലിയനർ പഠിച്ച വാക്കെന്താണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. അപ്പൊ ഈ നിമിഷം മുതൽ നമ്മൾ അതുപോലെ തീരുമാനിക്കുന്നു. എന്ത് തീരുമാനിക്കുന്നു? ഒരു പുതിയ വാക്ക് വെച്ച് നമ്മൾ ഡേറ്റ് പഠിക്കുന്നു. നമ്മുടെ വൊക്കാബുലറി നമ്മൾ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഭാവിക്ക് വേണ്ടി കരുതി വെക്കാറില്ലേ? ശരിയാണ്, നമ്മൾ ഭാവി. പക്ഷെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും വലിയ. നിങ്ങളിൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കേണ്ടത്. നിങ്ങളെ കാണുമ്പോൾ, ഇപ്പൊ വിഘ്നേഷ് കാണുമ്പോൾ പറയണം ഇന്നൊരു കാര്യത്തിന് അത് വിഘ്നേഷിനെ വിളിച്ചാൽ മതി, ഈസ് എക്സ്പെർട്ട്. അപ്പൊ അതിന്റെ അർത്ഥം വിഘ്നേഷിനെ അത് പറ്റുള്ളൂ എന്നാണ്. നമുക്ക് എല്ലാരും പറഞ്ഞിരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരെണ്ണത്തിൽ നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കും. ചിലപ്പോ പാട്ടും കവിതയും പ്രസംഗവും ഡാൻസും എല്ലാത്തിനും നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്കറിയാം ഇതിനകത്ത് പാട്ട് വരട്ടെ, അപ്പൊ ഞാൻ എന്റെ കഴിവ് തെളിയിക്കാം. പ്രസംഗത്തിൽ ചിലപ്പോൾ ഞാൻ പരാജയപ്പെട്ടേക്കാം, അതൊക്കെ ചിലപ്പോൾ ആവറേജ് ആയിരിക്കും. പക്ഷെ പാട്ട് വരുമ്പോ അവിടെ ഞാൻ എന്റെ കഴിവ് തെളിയിക്കും. അപ്പൊ ഒരെണ്ണത്തിന് നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. നിങ്ങളിലും ഉണ്ട് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരെണ്ണത്തിൽ നിങ്ങൾ ശോഭിക്കും. അത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ക്വാളിറ്റി അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തത്. അതാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും കാണാൻ അല്ലാതെ ഒബ്സർവ് ചെയ്യും. ആ ഒബ്സർവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഇന്നതാണ് അവളുടെ ക്വാളിറ്റി. അപ്പൊ ആ പാഠ്യ വിഷയങ്ങൾക്കൊപ്പം തന്നെ അത് ഡെവലപ്പ് ചെയ്ത് ജീവിതത്തില് പല ആളുകളും നമുക്കറിയാം തള്ളിക്കളഞ്ഞിട്ടുള്ള പല ആളുകളും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്. ഒരിക്കല് ഒരു ഇന്നത്തെ പോളിടെക്നിക്ക് പോലെ പഴയ ഒരു പോളിടെക്നിക്, ആ പഴയ പോളിടെക്നിക്കില് അഡ്മിഷൻ നടക്കുകയാണ്. അപ്പൊ അതിനകത്ത് അഡ്മിഷന്റെ മുന്നോടിയായിട്ടുള്ള എൻട്രൻസ് പരീക്ഷയിലും ഇന്റർവ്യൂവിലും പരാജയപ്പെട്ട ഒരു കുട്ടി ഇരിപ്പുണ്ട്. ധാരാളം കുട്ടികൾ വിജയിച്ചു. പക്ഷെ വിജയിച്ച ഒരു കുട്ടികളെയും ലോകം പിന്നീട് അറിഞ്ഞില്ല. പക്ഷെ അന്ന് പരാജയപ്പെട്ട ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ട അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടിയെ പിന്നീട് ലോകം അറിഞ്ഞു. ആ കുട്ടിയെ നമ്മൾ പിന്നീട് വിളിച്ച പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പിന്നീട് നമ്മൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് പുള്ളിക്ക് അവിടെ അഡ്മിഷൻ കിട്ടേണ്ടി പോയി. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പരീക്ഷയിൽ വിജയിക്കുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നതും രണ്ടാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയത്തെയും പരീക്ഷയിൽ ഉണ്ടാകുന്ന വിജയത്തെയും നിങ്ങൾ ഒരുപോലെ കാണരുത്. നിങ്ങളൊന്ന് നോക്കി, എത്രയോ ആളുകൾ പരീക്ഷയിൽ ഫുൾ A+ മേടിച്ച ആളുകൾ എങ്ങും എത്താതെ പോയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് എത്താണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഈ ഫുൾ A+ വാങ്ങിക്കാത്ത എത്രയോ പേര് പ്രശസ്തരായിട്ടുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഫുൾ A+ മേടിച്ച ആളാണ്. KG യേശുദാസ് അദ്ദേഹം ഫുൾ A+ മേടിച്ച ആളാണ്. അമർത്യ സെൻ അദ്ദേഹം ഫുൾ A+ മേടിച്ച ആളാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാവരും പ്രഗത്ഭന്മാരാണ്. പക്ഷെ ഇവരാരും ഫുൾ A+ മേടിച്ച ആൾക്കാരല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഫുൾ A+ മേടിച്ച ആളാണ്. അതിന്റെ ജീവിതത്തിൽ തള്ളിക്കളഞ്ഞിട്ടുള്ളവരെല്ലാം കയറി വന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊക്കെ റോഡിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ റോഡിലൂടെ പോണ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു 25 വർഷത്തിന് ശേഷം എന്തായിരിക്കും ഈ കുട്ടിയുടെ പൊസിഷൻ? നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങളുടെ മുന്നിലൂടെ മൂക്കളയും ഒലിപ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ ആ കുട്ടി ഒരു 25 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ അവനൊരു 10 വയസ്സിന്റെ 25 വർഷം 35 വർഷം കഴിയുമ്പോൾ ഈ ഏത് പൊസിഷനിലായിരിക്കും ഈ കുട്ടി എന്ന് ചിന്തിക്കുക. സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഞാന് എല്ലാത്തിലും ടോപ്പർ ആയിരുന്നു. പക്ഷെ ഞാനിപ്പോഴും ഒന്നുമല്ല. എന്റെ ക്വാളിഫിക്കേഷൻ വെറും +2 മാത്രമേ ഉള്ളൂ. നമുക്കൊരു ലക്ക് എന്ന് പറയില്ലേ, അതിലൊരു അൺലക്കായിട്ടുള്ളൊരു വുമണാണ് ഞാന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അങ്ങനെ പറയണ്ട. ഈ പണ്ട് ഒരു കുട്ടി അവന് സ്കൂളിൽ പോയി, അവന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ ആ കുട്ടി ചെന്ന് കഴിഞ്ഞപ്പോ കൂട്ടുകാരൊക്കെ അവരെ കളിയാക്കിയത് വേറെ ഒന്നുമല്ല, ഈ കുട്ടിയുടെ കാലിന്റെ നീളം കുറവാണ്. അപ്പോ ആ കാലിന്റെ നീളം കുറവായതുകൊണ്ട് കൂട്ടുകാരൊക്കെ അവനോട് പറഞ്ഞു കുഞ്ഞിക്കാലൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പൊ ഇതിന് ഭയങ്കര വിഷമമായത്. എങ്കിലും അവൻ ക്ലാസ് വിട്ട് വന്നിട്ട് തന്നെ ഗ്രാൻഡ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്.
ഇനി ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല, കാരണം എന്റെ കാലുകൾക്ക് നീളം കുറവായതുകൊണ്ട് എന്നെ കുഞ്ഞിക്കാലൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടുകാരെ കളിയാക്കുന്നു. ഞാൻ എന്നെ ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഗ്രാൻഡ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ ഗ്രാൻഡ്മ അവനെ ആശ്വസിപ്പിച്ചു, മോനെ അങ്ങനെയൊന്നുമില്ല, ക്ലാസ്സിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിക്കാലനെ നമ്മൾ വിളിച്ചൊരു പേരുണ്ട്. ആർക്കെങ്കിലും പറയാമോ? അദ്ദേഹത്തെ നമ്മൾ വിളിച്ച പേരാണ് ലയണൽ മെസ്സി. യെസ്, ഇതാണ് പറയുന്നത്. അപ്പോ രമീഷ, ഇപ്പോ നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഈ കുഞ്ഞിക്കാരന്റെ അവസ്ഥയിലേക്ക് ഒരു മെസ്സി ആയിട്ട് നിങ്ങൾ ഭാവിയിൽ മാറും. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് ബി ഡിപ്രസ്ഡ്, ഡോണ്ട് ബി സപ്രസ്ഡ്. ഓക്കെ, ബി ഹാപ്പി. ടൈം ആൻഡ് ടൈം വെയിറ്റ് ഫോർ യു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കാൻ നിങ്ങൾക്കുള്ളൊരു അവസരം തീർച്ചയായിട്ടും വരും. ഒരവസരമെങ്കിലും നിങ്ങളുടെ നേരെ വെച്ച് നീട്ടാതെ ഈശ്വരൻ കടന്നുപോയില്ല. ഒരവസരമെങ്കിലും നിങ്ങൾക്ക് തരും. ജീവിതത്തിൽ പരാജയപ്പെട്ട പല ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, പണ്ട് എനിക്ക് ചാൻസ് കിട്ടിയതാണ്, അന്ന് ഞാനത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല, അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ വേറെ ലെവലായി എന്ന് പറയുന്നത്. അപ്പൊ ഒരവസരം നമുക്ക് തരുമെന്നുള്ള കാര്യം, ഈശ്വരൻ തരുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ദൈവം തരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ജീവിതം കൂടി വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരവസരം ഉണ്ടാകും. ഒരു ദിവസം നിങ്ങളുടെ ദിവസമാണ്. ചരിത്രം പഠിക്കാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ബി ദ പാർട്ട് ഓഫ് ഹിസ്റ്ററി. നിങ്ങൾ എന്താവുക? നിങ്ങളും ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുക. അപ്പൊ നിങ്ങളൊരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ കഴിവില്ലാത്തവരാണ്, അൺലക്കാണെന്ന്. എന്റെ മക്കളെ, നിങ്ങൾ സൂപ്പറാണ്. യു ആർ ദ മാസ്റ്റർ പീസസ്. എവരിബഡി മാസ്റ്റർ പീസസ് ഓഫ് ഗോഡ്. എല്ലാവരും ഉന്നതരാണ്, നിങ്ങൾ കഴിവുള്ളവരാണ്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലുള്ള അപകർഷത ബോധം കളയുക. വീടിന്റെ മുന്നിലെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് വലത് കൈകൊണ്ട് ഇടത് തോളിൽ തട്ടിക്കൊണ്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ. യു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവേഴ്സൽ. നിങ്ങൾ നിങ്ങളിൽ നിക്ഷേപം നടത്തുക. അതിന് വലിയ പൈസ ഒന്നും വേണം. നിങ്ങൾ ബി ക്വാളിഫൈഡ്. കഴിവുള്ള, അർഹതയുള്ള, അറിവുള്ളവരായിട്ട് മാറിക്കഴിഞ്ഞാൽ അവസരങ്ങൾ നിങ്ങൾ തേടി. പിന്നെ നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ റേറ്റ്. ഇന്ന കാര്യമില്ല, അത് ഞാൻ ചെയ്തു തരാം, പക്ഷെ ഇത്ര രൂപയാണ്. ഞങ്ങളുടെ നാട്ടിലെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. ആ സിനിമ തിയേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ല, ഞാനൊക്കെ കഥ കേട്ടിട്ടുള്ളതാണ്. ആ തിയേറ്റർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഓല മേഞ്ഞ സിനിമ തിയേറ്റർക്ക് ടി വി ഒക്കെ വരുന്ന മുമ്പുള്ള കാലം കൂടിയായിരുന്നു. അപ്പോ അതിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ സിനിമ തിയേറ്ററിൽ സൗണ്ട് സിസ്റ്റം ക്ലിയർ അല്ല. ഒരുപാട് ശ്രമങ്ങൾ അതിന്റെ ഓണർ ശ്രമിച്ചു നോക്കി, പക്ഷെ സൗണ്ട് ക്ലിയർ ആവും. സൗണ്ടിന് എപ്പോഴും പകർച്ച ഉണ്ടാവും. അത് മാത്രമാണ് ആ തിയേറ്ററിന്റെ ഏറ്റവും വലിയ ഫാൾട്ട്. ഇപ്പൊ പറയുന്നതല്ല, ഞാൻ ഒരു 10-30 വർഷത്തിന് ബാക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കാന് ബോംബെയിൽ നിന്ന് ഒരു എഞ്ചിനീയർ കൊണ്ടുവന്നു ആ സിനിമ തിയേറ്ററിൽ സൗണ്ട് സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ട് സിനിമ ഇടാൻ, പ്രൊജക്ടർ ഓണാക്കി സിനിമ ഇടാൻ പറഞ്ഞു. സിനിമ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ സിനിമ അവിടെ നിന്ന് കുറച്ചു നേരം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി സൗണ്ട് സിസ്റ്റം ക്ലിയർ അല്ല, സൗണ്ട് പതർച്ചയാണ്. ഓക്കെ, പിന്നെ അദ്ദേഹം ഓക്കെ ഞാനിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ 1,50,000 രൂപയാണ് പുള്ളി അന്ന് പറഞ്ഞ റേറ്റ്. 1,50,000 രൂപ. അന്നത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10 ലക്ഷം 15 ലക്ഷം രൂപ വരുന്ന റേറ്റ് ആണത്. 1 ലക്ഷം രൂപയും പിന്നെ ഒരു 1,50,000 ഇല്ല 50 രൂപ. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോ ഈ ഓണർ സമ്മതിച്ചു, കാരണം അദ്ദേഹം വലിയ കോടീശ്വരനാണ്. അപ്പൊ അദ്ദേഹത്തിന് തിയേറ്ററിന്റെ സൗണ്ട് സിസ്റ്റം പല ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ എഞ്ചിനീയർ ആ സിനിമാ തിയേറ്ററിന്റെ ചുറ്റും നടന്നിട്ട് 1-2 സ്ഥലത്ത് 2 ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി. ഈ ദ്വാരങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പറഞ്ഞു, ഇനി സിനിമ ഒന്നുകൂടി ഇടാൻ പറഞ്ഞു. ആ സിനിമ ഇട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര ക്ലിയർ, ക്ലാരിറ്റി, ശബ്ദം നല്ല ഡിജിറ്റൽ പോലെ ക്ലിയർ. അപ്പൊ ഓണർക്ക് ഒരു വിഷമം, കാരണം 2 തുള ഇവിടെ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഈ 1,50,000 രൂപ പറഞ്ഞത്. അപ്പോ അരമണിക്കൂർ കൊണ്ട് പണി കഴിഞ്ഞു. പക്ഷെ
ഈ അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ പണിക്കാണ് പുള്ളി ഈ 1,50,000 രൂപ ചോദിച്ചത്. അപ്പൊ പുള്ളിക്ക് അത് കൊടുക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പൊ എഞ്ചിനീയർ പറഞ്ഞു പൈസ തന്നേ പറ്റൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു 2 തുളയല്ലേ ഇട്ടുള്ളൂ, അതിനാണ് പൈസ. ആ തുള ഇട്ടതിനുള്ള ചെലവാണ് 50 രൂപ. അത് ആ തുള ഇട്ട, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തുള ഇട്ട പണിക്കാരനല്ലേ അയാൾ കൊടുത്തേക്ക്. 1,00,000 രൂപ എവിടെ തുള ഇടണം എന്ന് പറഞ്ഞത് ഞാനാണ്. കാരണം അത് എന്റെ കഴിവാണ്. എവിടെ ദൂരം ഇട്ട് കഴിഞ്ഞാലാണ് സൗണ്ട് ക്ലിയർ ആവുക എന്നുള്ളത് ദാറ്റ് ഈസ് എന്റെ അറിവ്. ആ അറിവ് ഞാൻ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 18 വർഷം പഠിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ 1,00,000 രൂപ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, യു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവേഴ്സ്. നിങ്ങളിലായിരിക്കണം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത, നിങ്ങളെ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. പലപ്പോഴും നമുക്ക് പല അബദ്ധങ്ങളൊക്കെ പറ്റിക്കാണ്. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാതൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇനി നമുക്ക് അബദ്ധങ്ങൾ പറ്റരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ ലാസ്റ്റ് ബസ്സിലെങ്കിൽ നമ്മൾ കയറി പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഒരവസരം നമ്മൾ പാഴാക്കുന്നില്ല. ഇംഗ്ലീഷ് പറയാൻ വരികയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറയും, നമുക്ക് പറ്റുന്ന പോലെ പറയും. ഓക്കെ, ഇതിപ്പോ ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷെ മനസ്സിൽ ഒരു പക്ഷെ അവരുടെ ജീവിതത്തുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തോന്നും, ഓക്കെ ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. പലപ്പോഴും നമ്മൾ തഴയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നടത്തിയെന്ന് വിചാരിക്കും. നിങ്ങൾ അവിടെ ഒരു ജോലിക്ക് ഒരാളെടുക്കുമ്പോൾ ഏറ്റവും നല്ല ആളെ എടുക്കുള്ളൂ, ഏറ്റവും മോശം ആളെ നിങ്ങൾ എടുക്കും. നിങ്ങൾ ഹോസ്പിറ്റലിന്റെ ഓണറാണെന്ന് വിചാരിക്കും. യു ആർ ദ ഓണർ ഓഫ് എ ഹോസ്പിറ്റൽ. നിങ്ങൾ എന്ത് ചെയ്യും? ഒരാളെ വിളിക്കും, സംസാരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും, പറ്റിയതാണ് എല്ലാന്ന് നോക്കും. നിങ്ങൾ എന്ത് പറയും? നിങ്ങളുടെ താഴെയുള്ള നേഴ്സിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചിട്ട് പറയും, ഏയ് അത് ശരിയാവുന്നുള്ളൂ, കൂടി അത്ര പോരല്ല, നമുക്ക് അടുത്ത ആളെ വിളിക്കും എന്ന് പറയില്ലേ? അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ വന്ന് കഴിയുമ്പോൾ അടുത്ത ആളെ വിളിക്ക് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇയാൾ തന്നെ മതി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ നമ്മൾ മാറണം. യെസ്. അപ്പൊ അത് ജയിക്കാനായിട്ടുള്ള കാര്യങ്ങളും അതിൽ പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളും അവിടെ നമുക്ക് ഒരു ഏറെക്കുറെ തെറ്റുകൂടാതെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ നിങ്ങളിൽ ഉണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ശ്രമം ആരംഭിക്കുന്നു. നമ്മുടെ ശ്രമം ഇനി വിജയം കണ്ടിട്ട് അടങ്ങും എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ തസ്നിയ, ഇനി പറഞ്ഞു. തസ്നിയ അവിടെ ഒന്ന് വിഷമിക്കുകയായിരുന്നു. തസ്നിയയുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ കുറിച്ച് പറയാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് വന്നിട്ട് എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. തസ്നിയ വിഷമിച്ചു. ഓക്കെ തസ്നിയ പറഞ്ഞോളൂ. തസ്നിയ ബിബി. യെസ്, തസ്നിയ ബിബി. ഓക്കെ, എന്തെങ്കിലും എൻഗേജ്മെന്റ് ആയിരിക്കാം, എൻഗേജ് ആയതായിരിക്കാം. ഓക്കെ, ഇനി ആർക്ക് പറയാം നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ കുറിച്ച്? തസ്നിയ വന്നു. ഓക്കെ 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 ഓക്കെ, ഇനി പറഞ്ഞു തസ്നിയ. തസ്നിയ കഴിഞ്ഞിട്ട് ഞാൻ അഫ്ലയിലേക്ക് വരാം. ഓക്കെ തസ്നിയ പറഞ്ഞു. Okay, good morning, sir. ഗുഡ് മോർണിംഗ്. First of all, thank you for giving me the opportunity to introduce myself. യെസ്. My name is Tansia Kabir. Yes. I am from Todupuzha, Idukki district. Yes. I have completed my bachelor degree from Alakar College of Arts and Science, Perimbilichira. Yes. I am belongs to a nuclear family. Yes. My favorite teacher, Shamma sir. Yes. Sir teaching subject C language. My favorite subject. Yes. I am giving my maximum mark in C language subject. Yes. I'm ability to teach and motivate. Has Yes. really interesting. Now at the end of the school year, Yes. I want to take the opportunity
to say thank you for your effort and support. My teacher, Shamma sir. Yes. I am satisfied Sri Language subject teaching Shamma sir Yes. Yes. in class. My hobbies are reading books and dancing and Okay. singing. Yes. Okay, sir. Okay, well, that is all. Okay, Tasniya, very good, very good. Tasniyയുടെ introduction നന്നായിരുന്നു. First of all, Okay, I thank give thanks for giving me an opportunity to speak you. എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി കീപ് ഇറ്റ്. ഓക്കെ, ഓക്കെ. എത്തിക്കോട്ടെ, നമുക്കറിയാവുന്ന പോലെ നമുക്ക് പറയാന്നേ. ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ രമീഷയ്ക്കും തസ്നിക്കും കുറച്ചുകൂടി കോൺഫിഡൻസ് ആവും. അന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ, ഇനി അതിനേക്കാളൊന്ന് മെച്ചപ്പെടുത്തി പറയണം. ഓക്കെ, മതി. പിന്നത്തെ വരുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആവും. ഇതുപോലെ ലെവലിൽ എത്രയോ പ്രാവശ്യം വീണിട്ടാണ് നമ്മളൊന്ന് നിൽക്കാൻ പഠിച്ചത്. വീണ്ടും എത്രയോ പ്രാവശ്യം വീണിട്ടാണ് നമ്മളൊന്ന് നടക്കാൻ പഠിച്ചത്. എത്രയോ പ്രാവശ്യം നടന്നതിന് ശേഷമാണ് നമ്മളൊന്ന് ഓടാൻ പഠിച്ചത്. അപ്പോ ഒരു കഴിവും ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. അതെങ്കിലും പ്രാക്ടീസ് വഴി നമ്മൾ നേടിയെടുക്കുന്നതാണ്. അത് ചെയ്യാനായിട്ടുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ റിസൾട്ട് ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇനി അടുത്ത ആർക്കാണ് എനിക്ക് എന്റെ ടീച്ചറെ കുറിച്ചൊന്ന് പറയണം എന്ന് അഭിപ്രായമുള്ള ആരാണ്? ഓക്കെ, ഓക്കെ. അഫ്ല പറഞ്ഞോളൂ. അഫ്ല. Sir, I am Afla from Perumbavoor, located in Ernakulam district. Yes. And I am mother of 2 children. And I am completed my +2 exam in the last year through a open school. Yes. That time I met our teacher Bindu Miss. She taught us history. Yes. And she is very poor and she is very caring and loving. Yes. And she is helped me a lot to get more marks in the exam. Yes. The teacher inspired me to do a job like her to help our family, my husband, and my children's. And now I am joining the hospital administration course. Then I wish to do a job and that's all, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ശ്രുതി SMS. ശ്രുതി. ഓക്കെ, ഇപ്പൊ അഫ്ല പറഞ്ഞത് ശ്രുതി കേട്ടല്ലോ. അഫ്ലയുടെ ശബ്ദത്തിൽ നിന്നും ആ പറഞ്ഞ രീതിയിൽ നിന്നും ശ്രുതിക്ക് എന്ത് പിടികിട്ടിയോ? എന്താണ് ശ്രുതിയുടെ ഒബ്സർവേഷൻ? എന്ത് തോന്നി? പറയുന്നുണ്ട് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അത് മനസ്സിലായി. പിന്നെ എന്ത് തോന്നി? നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞോ എന്ത് തോന്നി? നിങ്ങളൊരു എപ്പോഴും നമ്മൾ അങ്ങനെയായിരിക്കണം ജീവിതത്തില്, എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഈ ഒരു പ്രായത്തിലും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയത് നല്ലൊരു കാര്യമായിട്ട്. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയത് വലിയൊരു കാര്യമാണ്. കണ്ട, അപ്പൊ അഫ്ലയുടെ ആ ഒരു എഫേർട്ടിനെ അഭിനന്ദിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ. പിന്നെ ഈ ഗ്രൂപ്പില് വലിയ ചലഞ്ച് എടുത്തത് പറയാൻ കാണിച്ച മനസ്സ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക സാർ. ഓക്കെ, ഓക്കെ. ആ മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് പറയാൻ കാണിച്ചില്ലേ? ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ 64 പേര് പറഞ്ഞാൽ യു ആർ ലൈക്ക് എ ഫാമിലി. നിങ്ങളൊരു കുടുംബമാണ്. യു ആർ എ ഫാമിലി. നിങ്ങളുടേതായ സുഖങ്ങള്, ദുഃഖങ്ങള്, വിഷമങ്ങള് നിങ്ങൾ ഷെയർ ചെയ്യുന്ന യുവർ ഫാമിലി. അതുപോലെ സങ്കല്പിക്കുക. അപ്പൊ ആരെയും നമ്മളതിനെ മാറ്റി നിർത്തുന്നതിനല്ല, എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ അഫ്ല, I also appreciate you just like Ginny because Yes, sir. you have done. Okay, keep it up. Okay, very good. Yes. ഇനി ആരാണ് പറയുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറെ കുറിച്ച്. ഓക്കെ, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ.
I'm Good Sister afternoon. Pranita. Group name Jeannie Francis. Yes. So my congregation is Sisters of Nasruddin Angamali. Yes. So I completed nursing, psychiatric nursing, but still very difficult for me English also. Yes. So I'm studied in nursing. In our batchmates also 19 years people, in friends. So my age Yes. is 30 years. That time I joined to Bangalore in nursing study. That Yes. time very difficult for me English also. So I'm studied in Malayalam medium. So Yes. I'm joined to nursing time. In our ma'am is Ashwani ma'am. Her Yes. native is in Karnataka. Yes. So that ma'am is not like didn't like in Malayali people. So in batchmates or batchmates except other people are all non-Malayalis. So Yes. that time very difficult for me. 3 months after I thought discontinue this course. So Yes. so many people are pushing. Then I started again study. Yes. That so many works are doing every day also. Yes. That case study, case presentation, everything is doing every day. So sometimes I written the case study. So that ma'am throw it in my paper also. Then Yes. at that time I think that I am nun sister. So Yes. many students in our classmates except she didn't like me. So I Yes. completed this problem in our principal ma'am. She is in Malayali. So, Yes. ma'am, taught to ma'am also, principal ma'am also called to her ma'am. So, two of them spoke with this problem. Yes. Then that time, she so many times throw in my paper also. Then Yes. my mind also wounded. That time, principal ma'am supported me. That ma'am also understanding our problem. That Yes. time, that still that time I like her. Then that time also started in study that ma'am subject also. So Yes. in second year, nursing completed in first that ma'am subject marks top marks I got it. So Yes. sometimes her family issues also taught me. Then that time I still now I like her. Then behavior Yes. also I like it. So thank you so much, sir. Very good. Very good. Very good. Okay. 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 Very good. Very good. Okay. Okay. Yes. ഓരോരുത്തർക്ക് അവരവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഡോണ്ട് വറി, ബി ഹാപ്പി. ഇറ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ. ഇനി ആർക്കാണ് പറയാൻ പറ്റുന്നത്? ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. സാറിന്റെ പേര് വിളിച്ചാൽ ഞാൻ പറഞ്ഞതിന് എന്ത് ചിന്തിക്കപ്പെടും? ഓക്കെ, കാവ്യ പറഞ്ഞോളൂ. കാവ്യ. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. കാവ്യ എവിടുന്നാ വരുന്നത്? I'm from Okkal. It's located between Perumbavoor and Kaladi. Okay. 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 പറഞ്ഞോളൂ. I am coming from Okkal. My name is Kavya. Then പറഞ്ഞോളൂ. Yes, sir. My name is Kavya VS. You call me as Kavya. I'm coming from Perumbavoor. I'm from 1 second, sir. യെസ്, വീട്ടിലെന്തോ ഡിസ്റ്റർബൻസ് വന്നിട്ട് കാവ്യ പോയതാണെന്ന് തോന്നുന്നു. യെസ്, അപ്പൊ കാവ്യ നമുക്ക് അല്പസമയം കഴിഞ്ഞിട്ട് വിളിക്കാം. അടുത്ത ആരാണ്? വിഘ്നേഷ്. ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി പറഞ്ഞോളൂ. Sir, my name is Shruti Molas. I am from Pathanamthitta, Adur. യെസ്. My favorite teacher is Sergeant Sir. യെസ്. He is my higher secondary teacher. Hmm. He is handling botany class. യെസ്. I love that subject, botany. യെസ്. That's why I am
loving that sir. He is Yes. studying well and he is very good handling in botany. Yes. Yes. Okay, sir. Thank you. Okay, very good, very good. Okay. ശ്രുതി ഞങ്ങൾക്ക് മനസ്സിലായി എത്രമാത്രമായിട്ട് സാറിന് ഇഷ്ടപ്പെടുന്നു അതൊക്കെ പിടികിട്ടി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി ആരാണ്? Who is next? ഇത്രയും നേരം നമ്മൾ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്താണ്. Sir, good afternoon. ഓക്കെ, ആതിര പറഞ്ഞോളൂ. ആതിര. Sir, my name is Adira. I am from Ochara, Kollam district. Okay. My favorite teacher is Srikala Miss. She studied in my UP school. Yes. And she is very loving teacher, and she is very care, and she is very friendly. Yes. She studied social studies subject. Yes. And also I like social studies subject. Yes. And I meet every day Miss because my daughter and her grandchild is study same school. Okay. That's all. Very good. Okay. Adira Krishnan, very good. Thank you. Okay, very good. ഇനി ആരാണ്? Hello, good Sir. afternoon, sir. ജോയ്സി. ഓക്കെ, പറഞ്ഞോളൂ ജോയ്സി. കാവ്യ അത് കഴിഞ്ഞ് പറയാം കേട്ടോ. ഓക്കെ. ജോയ്സി പറഞ്ഞോളൂ. My name is Joyce, sir. I am from in Kuwait now. Kuwait. Okay. Yes, I am, sir. Now I am already working in baby care. Yes. She is an autism, Yes. 4 years old. Yes. Sir, in Kerala, Idukki district, sir. Okay. I am. My favorite teacher is Molly, English teacher. Yes. I like so much language in English. I love Yes. too much. I want more learning for English language, and she's proper grammar, and Yes. she's learning to me. And in our class, all students are too much loving for Molly teacher. Yes. That's all, sir. Okay, very good. Okay. And you are joining class from Kuwait. Okay. Yes, sir. Joyce. Very good. നമുക്കൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഡോണ്ട് വറി. നേരത്തെ കാവ്യ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയില്ല. ഓക്കെ, കാവ്യ കണ്ടിന്യൂ. കാവ്യ. Yes, sir. പറഞ്ഞോളൂ. Sir, firstly, I'm sorry, my baby spoke about time. No problem. He's 8 months old. Okay. Sir, my name is Kavya VS. You call me as Kavya. I'm from Okkan. It's a stretcher between Kaladi and State Power. And I said nuclear family to me. I'm studied BSc nursing, and I'm worked as an IELTS trainer in Okkan. Yes. And I am happy to share you my favorite teacher. Her name is Achama Matthew, and she's a very good teacher. And my favorite teacher is my life, and he's my role model. And she was a primary teacher in my primary teacher as my class teacher, and she maintaining good in the personal relationship with the students and the parents. And she's a good supporter, and she's a caring person in like our mother. And she made and she's very friendly, and she gave a good positive support to any facing situation. Yes. And I like to teach her in every time. Thank you. Yes. Okay, very good English, Kavya. Very good. Yes.
അപ്പൊ ഇനിയും കുറച്ച് പേർക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. ഇനിയിപ്പോ ഞാനിപ്പോ നിങ്ങൾ ആരെങ്കിലും പേര് വിളിച്ചിട്ട് പറയൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയായിരിക്കാം. എന്നുള്ളത് പറഞ്ഞാൽ മതി, സാറേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞോളാം, അല്ലെങ്കിൽ പിന്നീട് നാളെ ഞാൻ പറയാം, അത് പറഞ്ഞാൽ മതി. നോ പ്രോബ്ലം. റിയാക്ട് ചെയ്യാതിരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ പുതിയൊരു തുടക്കത്തിലേക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കറക്റ്റായിട്ട് ആരംഭിക്കാം. ഇന്നിപ്പോ നമ്മൾ പരസ്പരം പരിചയപ്പെടുകയും ഇത്രയും വാക്കുകളിൽ നിന്ന് എന്നെ കുറിച്ച് നിങ്ങൾക്കും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങളെ കുറിച്ച് എനിക്കും മനസ്സിലായി. റമീഷ ആയാലും തസ്നി ആയാലും അൽഫിയും ജിനിയും ജിനി സിസ്റ്ററും കാവ്യയും ശ്രുതിയും ആതിരയും ജോയ്സി അനീഷും ഇവരെല്ലാവരും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരും കൂടി അത് ഏറ്റുപിടിച്ച് പൂർത്തിയാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ തമ്മിൽ കാണുന്നു, ബാക്കിയുള്ള ദിവസങ്ങളും ബാക്കി ടീച്ചർമാര്. അപ്പോ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾ അതൊക്കെ നമുക്ക് ദൂരീകരിക്കാം. നമ്മൾ സംസാരിക്കാം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുക. അല്ലാണ്ട് ഗ്രാമർ പഠിക്കുക എന്നുള്ളതല്ല, സംസാരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ. Thank you, sir. Okay. Thank you, sir. Okay, thank you, Vignesh. Thank you, sir. Thank you, sir. Thank you, sir.